മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജന്മിത്വത്തിനുമെതിരെയുള്ള പോരാട്ടമായിരുന്നെന്നും അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള പോരാട്ടമായിരുന്നു ആ ജീവിതമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ചാവറയച്ചനും ശ്രീനാരായണ ഗുരുദേവനും തുടക്കം കുറിച്ച അക്ഷര വെളിച്ചം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത മഹത് വ്യക്തിത്വമായിരുന്നു അയ്യങ്കാളിയുടേതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KPMS ഏറ്റുമാനൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാസവൻ. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുട്ടിനുതാഴെ മുണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, കാലിൽ ചെരിപ്പിടാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അവർക്ക് വഴി നടക്കാനും വർത്തമാനം പറയാനും സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. മേലാളന്മാരുടെ ഹൈഹോയി ഒളി കേട്ടാൽ കീഴാൾ ഓടി ഒളിക്കണമെന്ന അലിഖിതമായ നിയമങ്ങൾ നൽകുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജനനം എന്നത് ആ സാമൂഹ്യ പശ്ചാത്തലത്തെ കൂടി നാം വിഭാവനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ചാവറയച്ചൻ 1802 അദ്ദേഹത്തിന്റെ ജനനം. ഒരുപക്ഷെ നവോത്ഥാന നായകരെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഉയർന്ന രൂപത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടയാളാണ് ചാവറയച്ചൻ. അതിനുശേഷമാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ. അതിനുശേഷം 1863 മഹാത്മാ അയ്യങ്കാളിയുടെ ജനനം വരുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ ബാല്യവും അദ്ദേഹത്തിന്റെ കൗമാരവും അദ്ദേഹത്തിന്റെ യൗവനവും അദ്ദേഹത്തിന്റെ മധ്യാഹ്നവും വാർദ്ധക്യവുമെല്ലാം അദ്ദേഹം പോരാട്ടത്തിന്റെ വീഥികളിൽ കൂടിയാണ് സഞ്ചരിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായിരുന്നു വില്ലുവണ്ടി സമരം 1893. സമ്മേളനത്തിന് മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്ര തവളക്കുഴിയിൽ നിന്നും ആരംഭിച്ച് ഏറ്റുമാനൂർ പേരൂർ ജംഗ്ഷൻ സമീപം സമ്മേളനം എതിരെത്തി. തുടർന്ന് പുഷ്പാർച്ചനയും ഭദ്രദീപ പ്രകാശനവും നടന്നു. ഏറ്റുമാനൂർ യൂണിയനിലെ 18 ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. യൂണിയൻ പ്രസിഡന്റ് KP ബിനീഷ് മോൻ അധ്യക്ഷത വഹിച്ചു. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു ഗോമ്പികൻ, ISKF സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KPMS സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ K ദാമോദരൻ സഭാ സന്ദേശം നൽകി. തുടർന്ന് ഉപഹാര സമർപ്പണം, വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവ നടന്നു.